ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് 7 മണി മുതൽ ഏഷ്യാനെറ്റിൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്തവണത്തെ ബിഗ് ബോസിന് കുറച്ച് മാറ്റങ്ങളുണ്ട്. കുറച്ച് സസ്പെൻസ് നിറഞ്ഞ സീസൺ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം എല്ലാ തവണയും നമുക്ക് ബിഗ് ബോസിന്റെ വീട് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ പ്രൊമോയിലൂടെ തരാറുണ്ട്. പക്ഷെ ഇത്തവണ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ലാലേട്ടൻ അകത്ത് കയറി ചെല്ലുന്നത് വരെ മാത്രമേ ഉള്ളൂ. വീട് എങ്ങനെയാണെന്നുള്ളത് പോലും ഒരു സസ്പെൻസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കുന്നതാണ് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഒരു ഗ്ലാസ് ടൈപ്പാണ് ഒരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയതാണ്, ഗംഭീരമായിട്ടുണ്ട് കാണാൻ. അതുപോലെ തന്നെയാണ് ഡൈനിങ്ങും കിച്ചണും ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ്, അതും കിടുവായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് കൺഫെഷൻ റൂമിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കൺഫെഷൻ റൂമിൽ നേരത്തെ ഒരു സിറ്റിംഗ്, ഒരു സോഫ ആയിരുന്നില്ലല്ലോ, ഒരു ചെയർ പോലെ ആയിരുന്നില്ലേ. പക്ഷെ ഇത്തവണ ഒരു അടിപൊളി സോഫ സെറ്റാണ്, 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന മാതിരിയാണ്. അതൊരു മെയിൻ ചേഞ്ചസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. തമിഴ് ബിഗ് ബോസിന്റെ വീടുമായിട്ട് വളരെയധികം സാദൃശ്യമുണ്ട്. അതുപോലെ തന്നെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. വീടൊന്നും അല്ലല്ലോ കാര്യം, കളിക്കുന്ന ആൾക്കാരെ എത്ര ഫയറോടെ വന്ന് കളിക്കുന്നതാണ്. അത് നമുക്ക് കണ്ടന്നെ അറിയേണ്ടി വരും. എന്തായാലും ഇന്ന് 7 മണിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പിന്നെ കണ്ടസ്റ്റൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് പുറത്ത് വിടാഞ്ഞത്. കാരണം എല്ലാ ചാനലും ഒരുവിധം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്ന്. പിന്നെ ഞാനും കൂടെ അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇത്തവണ കണ്ട മെയിൻ സ്പെഷ്യാലിറ്റി, ലാലേട്ടൻ കിഡുമായിട്ടുണ്ട്. സ്ലിമ്മായി നല്ല കിഡുലൻ ലുക്കിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും അകത്ത് കയറിയും നമുക്കറിയാം കളി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായി വരുമ്പോഴേക്കും ബൈ.